ദിവസങ്ങളുടെ ഇടവേളകളില്ലാതെ പണിയെടുത്ത് നെല്ല് വിളയിക്കുന്ന കർഷകന് എല്ലായ്പ്പോഴും സങ്കടങ്ങളുടേതാണ് വിളവെടുപ്പ് കാലം. അമിത കൂലി ചെലവ് നെല്ല് കൃഷിയെ നഷ്ടത്തിലാക്കുന്നുണ്ട്. മില്ലുകാരുടെയും ഇടനിലക്കാരുടെയും ചൂഷണം കൂടിയാകുമ്പോൾ പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്കാണ് കർഷകരുടെ ജീവിതം പോകുന്നത്. കോട്ടയത്ത് നിന്ന് ബിദിൻ എംദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. കുട്ടനാടൻ അപ്പർ കുട്ടനാടൻ മേഖലകളിലെല്ലാം തന്നെ നെൽകൃഷി കഴിഞ്ഞ് കൊയ്ത്ത് കഴിയുന്ന സമയമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കൊയ്ത്ത് കഴിഞ്ഞ് ഒരു പാടശേഖരത്തിലാണ്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ ഈ പാടശേഖരത്തിൻ്റെ ഭംഗി കാണുന്നത് പോലെയൊന്നും കർഷകരുടെ ജീവിതത്തിന് അത്രയേറെ ഭംഗിയില്ലാത്തൊരു കാലത്തു കൂടിയാണ് കടന്നു പോകുന്നത്. കർഷകൻ വിളയിച്ചെടുത്ത അവരുടെ നെല്ല് കരയ്ക്ക് കയറ്റി അത് വിറ്റ് പോകണമെങ്കിൽ ഈ വിൽപ്പനയ്ക്ക് ഈ വസ്തു എടുക്കുന്ന ആളുടെ കൂലിച്ചെലവ് കൂടി വഹിക്കേണ്ട കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏക കൃഷിയിടം അത് നെല്ലായിരിക്കും എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ചൂഷണത്തിലൂടെയാണ് ഈ ആളുകൾ കടന്നു പോകുന്നതും. 2002-2003 കാലത്താണ് ആദ്യമായി സിവിൽ സപ്ലൈസ് നെല്ല് സംഭരിക്കാൻ തുടങ്ങിയത്. അന്ന് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച് നൽകിയ 12 രൂപ എന്ന ഹാൻഡ്ലിംഗ് ചാർജിലൂടെയാണ് ഇപ്പോഴും ഇത് കടന്നു പോകുന്നത്. പക്ഷേ ആ തുക പോലും പലപ്പോഴും കിട്ടാത്ത സ്ഥിതി നിലനിൽക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു കിൻഡൽ നെല്ലെടുക്കുന്നതിന് 170 രൂപയായിരുന്നു. 172 രൂപ, അതായത് 12 രൂപ ഹാൻഡ്ലിംഗ് ചാർജ് ഉൾപ്പെടെ 172 രൂപയായിരുന്നു. ആ 12 രൂപ സർക്കാർ ഞങ്ങൾക്ക് ഉൽപ്പാദകർക്ക് തരും. അത് കൂട്ടിയാണ് കാശ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന ഓരോ കൃഷിക്കും ഈ യൂണിയൻ വ്യവസ്ഥയിൽ ഇതിൻ്റെ ചാർജ് കൂടി വരിക. ഈ വേളയിൽ നെല്ലെടുക്കുന്നത് 182 രൂപയ്ക്കാണ് ഒരു കിൻഡൽ നെല്ലെടുക്കുന്നത്. വണ്ടിയാൽ കയറി പോകണ നെല്ല് ഈ 182ൻ്റെ പുറത്ത് 30 രൂപ കൂടെ അമിത കൂലി കൊടുത്താണ് കയറ്റി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഇത്രയും നെല്ല് കയറി ഈ 220 ഏക്കറുള്ള പാടശേഖരത്ത് ഈ നെല്ലിൻ്റെ 3/4% കയറി കഴിഞ്ഞപ്പോഴാണ് മില്ലുകാർ ആകെ കുഴപ്പത്തിലായത്. അവർ നെല്ലിഞ്ഞ് എടുക്കത്തില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ലോൺ